ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഈ വീഡിയോയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ജയിൽ നോമിനേഷൻ വളരെ മോശമാണ്. വേറൊന്നുമല്ല, വളരെ മോശമാണ്. ഒട്ടും ഡിസേർവ് അല്ലാത്ത ആൾക്കാരെയാണ് ഈ ജയിൽ നോമിനേഷന് ഇട്ടുകൊണ്ടുപോയത്. ഋഷിയെ, ജാസ്മിനെ. ഈ ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജാസ്മിൻ ഫാനോ ആരും ഒന്നുമല്ല. ജാസ്മിൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഇട്ടത്? ഒന്നെങ്കിൽ അതിന് പറയുന്നത് റസ്മിനായിട്ട് ഉണ്ടായ റസ്മിൻ ഫൈറ്റ് എന്നല്ല, ആ പവർ ടീം പറയണത് അനുസരിക്കാത്തത്. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയ വേറെ ടീമുകളുണ്ട്. ഫുഡിൻ്റെ ടീമുകൾ, അപ്സരേൻ്റെയും ശരണ്യൻ്റെയും സായിൻ്റെയും നന്ദന ടീം. അവർ കാണിച്ച അത്രയും വേലത്തരൊന്നും ഈ ജാസ്മിൻ കാണിച്ചിട്ടില്ല. ആ വീട്ടിൽ അവരെന്താ കാണിച്ചു കൂട്ടിയത്? ഗെയിമിൽ നിന്ന് പിന്മാറി പോവുക, ടിപ്പിന് വേണ്ടി വീണ്ടും യാചിക്കുക, ടിപ്പ് ചോദിച്ചപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഋഷി എന്തൊക്കെ കാണിച്ചു കൂട്ടി ഋഷി. സാബു മോൻ്റെ അടുത്ത് പോയി യാചിച്ച് ഇവർക്ക് വേണ്ടിയിട്ട്. ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം എന്തോ യാചിച്ച് സാബു മോന് വേണ്ടിയിട്ട് ഋഷി. എന്നിട്ടും ആ ടീമിലത്തെ ആരെയും ഇവർ നോമിനേറ്റ് ചെയ്തില്ല. അപ്സര ഉണ്ടായിരുന്നു, നന്ദന ഉണ്ടായിരുന്നു, സായി ഉണ്ടായിരുന്നു. അതിൽ സായിനെ നമുക്ക് വേണേൽ എന്താണ് ഇപ്പം പറയാം, വേണ്ടാന്ന് വേണ്ടി നോക്കാം. ചില ആൾക്ക് നടുവേദന ആയതുകൊണ്ട് വല്ല അങ്ങനെ വിചാരിക്കും. പക്ഷെ നന്ദന ഉണ്ടല്ലോ, അപ്സര ഉണ്ടല്ലോ, ശരണ്യ ഉണ്ടല്ലോ, അതൊക്കെ എന്തായിരുന്നത്? അവരൊക്കെ ഇടായിരുന്നല്ലോ. അവർ കാണിച്ച അത്രയും വേലത്തരാരും ഇവിടെ ആരും കാണിച്ചിട്ടില്ല. ആ ടാസ്കിൽ തന്നെ ഏറ്റവും മോശമായിട്ട് കളിച്ചത് അവർ തന്നെയാണ്. ടാസ്കിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്വയം തന്നെ. ഒരു 20 രൂപ ടിപ്പിന് വേണ്ടിയിട്ട് ഇത്രയും പൊട്ടത്തരം കാണിച്ച്, എന്നിട്ട് എന്തേ വീണ്ടും ന്യായീകരിച്ചു വന്ന് അവിടെ നിന്നിട്ട്. തൊട്ടും ഒരു ഫെയറായ കളിയല്ല ശരിക്കും ഇവർ കാണിച്ചത്. അതാ ജാസ്മിനെ കൊടുക്കേണ്ട കാര്യമില്ല. ജാസ്മിൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പവർ ടീം പറയാനനുസരിച്ചുണ്ട്. പക്ഷെ അതിനേക്കാളും ഭയങ്കരമായിട്ട് പ്രശ്നം കാണിച്ചത് ഇവരായിരുന്നു, ഈ അപ്സരേൻ്റെ ടീമുകളായിരുന്നു കൂടുതലും. അവരാണ് മെയിനായിട്ട് പോകേണ്ടത്. പിന്നെ ഋഷി എന്ത് തെറ്റ് ചെയ്തത്? എന്തടിച്ചാണ് ഋഷീനെ വിട്ടത്? ആ ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച ഒരാളാണ് HR എന്ന് പറഞ്ഞ ഋഷി. എന്നുവെച്ചാൽ നല്ലപോലെ പ്ലേ ചെയ്ത് ഇവർക്ക് വേണ്ടി, ഈ അപ്സരൻ്റെ ടീമിന് വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം സാബുമോനോട് യാചിച്ചിട്ടുണ്ട് ഋഷി. അതൊക്കെ ഒന്ന് ആലോചിക്കണം. ഋഷി എത്രക്കും ചെയ്തു? 1 2 3 പ്രാവശ്യം ഋഷി പോയി ഇവർക്ക് വേണ്ടിയിട്ട്. ലാസ്റ്റ് സാബു മതിയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ഞാൻ അത് കളഞ്ഞു പോയെന്ന് പറഞ്ഞ് വിചാരിച്ച് അത്രക്കും തല കുനിഞ്ഞു കൊടുത്ത് ഋഷി. എന്നിട്ടും അവരുടെ ടീമിൽ പ്രശ്നമായി. നോക്കി വീണ്ടും തല്ലു പിടിച്ചവർ അവർക്ക് വേണ്ടി പോയിട്ട് വീണ്ടും. അപ്പോൾ പിന്നെ ഋഷീനൊക്കെ എന്ത് അടിസ്ഥാനത്തിൽ നന്നായിട്ട് കളിച്ച ആളാണ് ഋഷി. പിന്നെ ഋഷി എന്നാൽ ഇപ്പോൾ പവർ ടീമിൻ്റെ അടിമയാണെന്ന്. അങ്ങനെ ജാസ്മിൻ ഗബ്രീൻ്റെ അടിമയാണ്. പലർക്കും പലരുടെ അടിമയെന്ന് വേണ്ടി പറയാമല്ലോ. അങ്ങനെ തന്നെയല്ലേ? ഋഷിയാണ് പവർ ടീമിനെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഋഷിക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ പവർ ടീമിനോട് ചോദിക്കാൻ വേണം. പവർ ക്യാപ്റ്റനേക്കാളും മേലിൽ നിൽക്കുന്ന ഒരു അധികാരികളാണ് പവർ അഡ്മിനിസ്ട്രേഷൻസ് ആണ് ഈ പവർ ടീം എന്ന് പറഞ്ഞത്. അപ്പോൾ പവർ ടീം പറഞ്ഞ അനുസരിക്കേണ്ടി വരും ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ. ക്യാപ്റ്റൻ മാത്രമല്ല, ക്യാപ്റ്റന് മേലെയുള്ള ഒരു പവറുള്ള ആൾക്കാർ പവർ ടീം എന്ന് പറഞ്ഞ ആൾക്കാർ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഋഷി പിന്നെ അവർ പറഞ്ഞ അനുസരിക്കുന്നല്ല, അവരൊപ്പം ഒരു സപ്പോർട്ടായിട്ട് അവരൊപ്പം ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് പോയാലേ ഋഷിക്ക് ശരിക്കും നടക്കുകയുള്ളൂ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ. അല്ലാണ്ട് അവരെ ധിക്കരിച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ അല്ല ഇത്. ശരിക്കും ഇവരല്ല വരേണ്ടത്. ശരിക്കും അപ്സരയും അവരുടെ ടീമിലുള്ള ആൾക്കാരെ വരേണ്ടത്. ഇതിൽ അതിനേക്കാളും പ്രശ്നം ഈ ക്യാപ്റ്റൻ്റെ നോമിനേഷൻ കൊടുത്താണ്. ആരൊക്കെയാണ് വെച്ചാൽ ശ്രീരേഖ, ശരണ്യ, നന്ദന. ഇവരൊക്കെ എന്തിനാ എനിക്ക് ഇതുവരോട് മനസ്സിലായിട്ടില്ല. ഇപ്പം എന്താണ് ഇവരുടെ ടീം? ശ്രീരേഖ പിന്നെയും കുഴപ്പമില്ല. ശ്രീരേഖ അവർ ക്യാരക്ടറായിട്ട് കുറച്ച് നന്നായിട്ട് അത് വലിയ നന്നായിട്ടൊന്നല്ല, അത്യാവശ്യം കുറച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരണ്യ, നന്ദനയൊക്കെ എന്ത് കാണിച്ചിട്ടാണ്? അവർ ഇറങ്ങിപ്പോയ ആൾക്കാരാണ് ടീമിൽ നിന്ന് തന്നെ. ആ ഗെയിമിൽ തന്നെ ക്വിറ്റ് ചെയ്ത് ടാസ്കിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാരാണ്. അവരൊക്കെ എന്തിനാ ക്യാപ്റ്റൻസിയിലേക്ക് ഇടണ? ആ ജിൻജോനെ അവരൊക്കെ ഇടാന്നല്ലോ. അത് പറഞ്ഞത് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോറില്ല, ജിൻഡോ പവർ ടീമിലുള്ള ആളെ ഞാൻ അത് വിട്ടു കേട്ടോ. ഒട്ടും ഫെയറായ കാര്യമല്ല ഇത്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് പറയാൻ തോന്നിയ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ കമൻറ്റായി പറയുക. എന്താ നിങ്ങളുടെ അഭിപ്രായം? എതിരഭിപ്രായമാണോ? ശരിയാണോ? ജാസ്മിനോട് ഇവരോട് ചെയ്താൽ ശരിയാണോ?